ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും മറുപടിയിൽ അവ്യക്തത. ദേവസ്വം ബോർഡ് മുൻകൂറായി അനുവദിച്ച തുക തിരിച്ചടച്ചു എന്നാണ് സർക്കാർ നിയമസഭയിൽ മറുപടി നൽകിയത്. എന്നാൽ തുക തിരിച്ചടച്ചിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കൃത്യമായ മറുപടി നൽകിയില്ല. ഇല്ല, അത് രാഷ്ട്രീയമല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് സ്ഥിരീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിപ്പോൾ ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും മറുപടി അതിപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻകൂറായി അനുവദിച്ച തുക തിരിച്ചടച്ചു എന്നാണ് സർക്കാർ നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ തുക തിരിച്ചടച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ മന്ത്രി വി.എൻ. വാസവന്റെ പ്രതികരണം കേട്ടു. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം പറയാനൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിപ്പോൾ രണ്ട് മറുപടികളും പരിശോധിക്കുമ്പോൾ രണ്ടിലും തമ്മിൽ വലിയ ഒരു അന്തരമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അമൃത, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പണം കൊണ്ടല്ല, മറിച്ച് സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുന്ന തുക കൊണ്ടാണ് എന്നായിരുന്നു ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ആ കാലത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് സ്പോൺസർ ചെയ്യാമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്ന പണം പൂർണ്ണമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പണം ദേവസ്വം ബോർഡിലേക്ക് തിരികെ വന്നിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഒരു മറുപടിയാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലുള്ളത്. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം വന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തിനായി മുൻകൂറായി ചെലവഴിച്ച തുക അവിടെ ബോർഡിലേക്ക് തന്നെ തിരിച്ചടച്ചു എന്നാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത്. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് പണം ചെലവഴിച്ചത് അതിൽ ക്രമക്കേടുകളുണ്ട്. മാത്രമല്ല, ടെൻഡർ നടപടിക്രമങ്ങളടക്കം പാലിക്കാതെയാണ് ഈ കാര്യങ്ങളിൽ ഈ നിർമ്മാണ ജോലികൾ മറ്റും നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചുള്ള ഒരു മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയത്. അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യകർത്താവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ മറ്റു നടപടികളിലേക്ക് സഭാതലത്തിൽ മന്ത്രി നൽകിയ മറുപടി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ചൂണ്ടിക്കാണിച്ചുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അമൃത, വി.എൻ. വാസവന്റെ പ്രതികരണം എന്തായിരുന്നു വിഷയത്തിൽ ശ്രീജിത്ത്? വി.എൻ. വാസവൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിലുള്ള നിലപാട് കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം എന്നാൽ അദ്ദേഹം തന്നെ നൽകിയ മറുപടിയും മുൻപ് ഇതിന് ഘടകവിരുദ്ധമായിരുന്നു എന്ന കാര്യത്തെപ്പറ്റി വി.എൻ. വാസവൻ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നൽകിയ മറുപടിയിൽ നിയമസഭയിൽ പറഞ്ഞത് സ്പോൺസർഷിപ്പ് തുക തിരിച്ചടച്ചു എന്നാണ്. എന്നാൽ ബോർഡാകട്ടെ പണം പൂർണ്ണമായും ബോർഡിലേക്ക് തിരികെ വന്നിട്ടില്ല എന്ന കാര്യവും കോടതി അറിയിക്കുന്നു. കോടതിയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് നമുക്കറിയാം, അത് തുടക്കം തൊട്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ തൊട്ട് തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെയൊക്കെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ശ്രീജിത്ത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ രണ്ട് നിലപാട് അല്ലെങ്കിൽ രണ്ട് മറുപടി ലഭ്യമാകുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി ലഭ്യമല്ലാതിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാകുമ്പോൾ ഈ വിഷയം കൂടി കത്തിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കില്ലേ പ്രതിപക്ഷം? തീർച്ചയായും പ്രതിപക്ഷത്ത് നിന്ന് ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവഴിച്ച തുക പൂർണ്ണമായും പാഴായി എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 8-9 കോടി രൂപ ചെലവഴിച്ചാണ് പമ്പ മണപ്പുറത്ത് വലിയ പന്തൽ കെട്ടി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഒരു ദിവസത്തെ പരിപാടിക്ക് തന്നെ ഏതാണ്ട് 7 മുതൽ 9 കോടി രൂപ വരെ ചെലവഴിച്ചു എന്നാണ്. ഇതിൻ്റെ അന്തിമ കണക്ക് ഇതുവരെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ സർക്കാരോ പരസ്യപ്പെടുത്തിയിട്ടില്ല. കണക്ക് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യവും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന്റെ ഉപചോദ്യമായി ഉണ്ടായിരുന്നു. എന്നാൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഈ കണക്കുകൾ തയ്യാറാക്കുന്നതേ ഉള്ളൂ, പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ അയ്യപ്പ സംഗമത്തെ പറ്റി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയിൽ നൽകിയത്. അപ്പോൾ കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുണ്ടെന്ന് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. വൻതുക ചെലവഴിച്ച് നടത്തിയ സംഗമം ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷം ആയുധമാക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.